ആപ്പിളിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹെഡ്ഫോൺ അതാണ് എയർപോഡ്സ് മാക്സ്. അത് അതിൻ്റെ പ്രൈസിങ് നോക്കാൻ നേരത്തെ ഇപ്പോഴായാലും ആ 60,000 റേഞ്ചിൽ തന്നെ നിൽക്കുവാണ്. അത് ലോഞ്ച് ആയപ്പോഴുള്ള പ്രൈസിങ് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ ചെറിയ ഓഫറിലൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും നല്ല ഓവർ പ്രൈസ്ഡ് ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എയർപോഡ്സ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഡിവൈസ് അല്ല. അതായത് ഒരു ലക്ഷറി ലിസ്ണിംഗ് എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ആപ്പിൾ ലോഞ്ച് ചെയ്ത ഹെഡ്ഫോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതും ഈ ഹെഡ്ഫോണിന് അതിൻ്റെതായ കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്, എന്നോട്ട് ഒരുപാട് ഡ്രോബാക്സും ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രൈസിങ് തന്നെയാണ്. അത് ലോഞ്ച് ആയെന്ന് പറയുന്നത് ഡിസംബർ 2020 അതായത് 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ട്. അത് ഇതുവരെയും ഇതിൻ്റെ അപ്ഡേഷനും വന്നിട്ടില്ല. അതായത് ഒരു സെക്കൻഡ് വേർഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഇറക്കിയിട്ടില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ഈ ഒരു വർഷം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു വേർഷനകത്ത് ഡിസൈൻ മാറ്റം വരാൻ സാധ്യതയൊന്നുമില്ല. അതിന് പകരം പുതിയ കളേഴ്സും പിന്നെ ഡ്രൈവറിനകത്ത് ചെറിയൊരു അപ്ഡേഷനും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ള ചിപ്സെറ്റിനകത്തൊക്കെ മാറ്റം വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. അത് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത് ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും നല്ലൊരു ഓപ്ഷൻ പ്രൈസ് വെച്ച് നോക്കാൻ നേരത്തും എല്ലാ അർത്ഥത്തിലും എയർപോഡ്സ് പ്രോ 2 തന്നെയാണ്. അതായത് എയർപോഡ്സ് പ്രോ 2ൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അതായത് ഇതിൻ്റെ പകുതി വിലയെന്ന് പോലും പറയാൻ പറ്റില്ല, അതിലും കുറവാണ് അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതും ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഓവർ ദ ഹെഡ് ഇയർഫോൺ ആണ്. അതായത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് എയർപോഡ്സ് മാക്സ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് എടുക്കാൻ നേരത്ത്, സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഫീച്ചേഴ്സ് എടുക്കാൻ നേരത്ത് ഇതിനകത്ത് അഡാപ്റ്റീവ് ഓഡിയോ ഫീച്ചർ ഇല്ല. അത് നമുക്ക് എയർപോഡ്സ് പ്രോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എയർപോഡ്സ് പ്രോ 2 കിട്ടുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ കോൺവെർസേഷൻ അവയർനെസ്സും ഈ പ്രോഡക്റ്റിനില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രൈസിങ് തന്നെയാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. അതും പ്രൈസിങ് അവർ അങ്ങനെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആയ സമയത്തൊന്നും ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. അതും ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാണ് ആയിട്ടുള്ളത്. അതിൻ്റെ റിവ്യൂ ഇതുവരെ ചെയ്യാറുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ഒരു പ്രോഡക്റ്റ് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല. പക്ഷേ ഇപ്പോൾ ഇത്ര നാൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു ധാരണകളും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള അഡ്വാൻറ്റേജസും ഇതിൻ്റെ ഡ്രോബാക്സും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ലോഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വേർഷന് പ്രൈസ് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ നോക്കിയിട്ടും അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് പറ്റിയ പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുകയും ചെയ്യാം. അല്ല, ആദ്യം തന്നെ എനിക്ക് ഈ പ്രോഡക്റ്റിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡും നോയ്സ് ക്യാൻസലേഷനുമാണ്. അതായത് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി എടുക്കാൻ നേരത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ആ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതായത് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്സൈഡ് നോയ്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. അതിനകത്ത് പെർഫെക്റ്റ് ആണ്. അതും നമുക്കിത് ഓൺ ചെയ്യണമെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടനാണ്. അതിനകത്ത് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് ടച്ച് കൺട്രോൾസ് ഒന്നുമില്ല. അതിന് പകരം ഈ 2 ബട്ടണാണുള്ളത്. ഒരു ഡിജിറ്റൽ ക്രൗൺ കണക്കത്തൊരു കാര്യവും പിന്നെ ഒരു സൈഡ് ബട്ടണാണുള്ളത്. ഈ സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്നത്. അതായത് നമുക്ക് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസിയും കൂടെ ടോഗിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടനാണ് ഈ സൈഡ് ബട്ടൺ എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നോയ്സ് ക്യാൻസലേഷൻ പെർഫെക്റ്റ് ആണ്. അതിനൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി മോഡാണ്. അത് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ ആ ഒരു കാര്യം ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ട്രാൻസ്പെറൻസി മോഡ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഓൺ ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുന്നത്. അത് ഓൺ ചെയ്യാൻ നേരം നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് തോന്നത്തില്ല. കാരണം വെച്ചാൽ ഇതൊരു ഓവർ ദ ഹെഡ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുള്ള സൗണ്ടൊക്കെ കുറച്ച് മഫിൾഡ് ആയിട്ടാണ് തോന്നാൻ സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ചെയ്യുന്നത്. അത് ആ ഒരു ഫീച്ചർ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ എടുക്കാൻ നേരത്ത്, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എടുക്കാൻ നേരത്ത് അതിനുവേണ്ടി ഇവിടെ 8 മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്. ഈ ഹെഡ്ഫോണിനകത്ത് മൊത്തത്തിൽ 9 മൈക്രോഫോൺ ഉണ്ട്. അതിനകത്ത് ഈ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന 8 മൈക്രോഫോണാണ്. അപ്പോൾ ആ ഒരു മൈക്രോഫോൺസ് വെച്ചാണ് ഒരു നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും ബെസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴാണ്. അത് നമ്മളൊരു ഫ്ലൈറ്റ് ജേർണിയിലോ അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിച്ച് ആ ഒരു ഔട്ട്സൈഡ് നോയ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഫീച്ചറും ഈ ഒരു ഹെഡ്ഫോണിനകത്ത് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടായാൽ പോലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫീച്ചറായിട്ടാണ് തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് ഈ ഒരു കാറ്റഗറി എടുക്കാൻ നേരത്ത്, അതായത് നമുക്ക് ഈ ഓവർ ദി ഇയർ ഹെഡ്ഫോണോ അല്ലെങ്കിൽ ഓൺ ദി ഇയർ ഹെഡ്ഫോണൊക്കെ എടുക്കാൻ നേരത്ത് അതിനകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, അതായത് ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണാണ് എയർപോഡ്സ് മാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. നമുക്ക് അലുമിനിയം ഇയർ കപ്പാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആം നോക്കാൻ നേരത്ത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് ബാൻഡ് എടുക്കാൻ നേരത്ത് അവിടെ ഒരു മെഷ് കണക്കത്തൊരു ക്ലോത്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ അതിനകത്തും പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഈ ഒരു 2 വർഷം ഉപയോഗിച്ചതിന് ശേഷം തന്നെ ഈ ഒരു മെഷിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു കുഴപ്പം വന്നിട്ടില്ല. അതായത് അത് കീറിപ്പോണ കാര്യങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് ബാൻഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്കിപ്പം ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാൻ നേരത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് ബാൻഡ് വലുതാക്കണോ ചെറുതാക്കണോ എന്നുള്ള മൂവ്മെൻറ്റ് എടുക്കാൻ നേരത്ത് തന്നെ വളരെ സ്മൂത്ത് ആയ മൂവ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ആംഗിളിലുള്ള ടിൽറ്റും പെർഫെക്റ്റ് ആണ്. അതായത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരർത്ഥത്തിലും ഒരു പ്രശ്നം പറയാനില്ല. ബട്ടൺസ് ഒക്കെ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ കുഷൻസ് നമുക്ക് എളുപ്പം തന്നെ മാറ്റാനും പറ്റും. അതായത് നമുക്ക് ഈ ഇയർ കുഷൻസ് ഇവിടെ ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരികയും ചെയ്യും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇളകി പോകുന്നല്ല, നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ മാത്രം ഇളകി വരൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേറൊരെണ്ണം വാങ്ങിച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്യാനും പറ്റും. അത് ഈ ഒരു കാര്യം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇങ്ങനത്തെ ഹെഡ്ഫോൺസിനകത്ത് വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇയർ കുഷൻസ് കുറച്ച് വർഷം കഴിയുമ്പോൾ മോശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ മാറ്റേണ്ട കാര്യം വളരെ എളുപ്പമാണ്. നമുക്ക് തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ
ഒറിജിനൽ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ഈ ഇയർ കുഷൻസിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിക്കോണം. പക്ഷേ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെച്ചാണ് എനിക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. എയർപോഡ്സ് മാക്സിൻ്റെ ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നോർമൽ യൂസർ പെർസ്പെക്റ്റീവ് എന്നാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു എഡിറ്റിംഗ് ഉണ്ട്, ഭയങ്കര എഡിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ബേസ്ഡ് എഡിറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് പറ്റിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനത്തെ കാര്യത്തിന് പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലിസണിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 40mm ഡ്രൈവറാണ്. 2 കസ്റ്റം 40mm ഡ്രൈവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഓഡിയോ ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് എനിക്ക് തോന്നിയത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ്. അത്യാവശ്യം ബാലൻസ്ഡ് ആയ ഒരു ബേസ് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ മിഡും ഹൈയും ഒക്കെ എടുക്കാൻ നേരത്ത് തന്നെ അതിനകത്തൊന്നും നമുക്ക് ലോസ് ഒന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ്. അത് എനിക്ക് ഇതിൻ്റെ ഓഡിയോ എക്സ്പീരിയൻസ് എടുത്ത് പറയുവാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു ടൈപ്പ് ഓഫ് മ്യൂസിക് കേട്ടാലോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സൂതിങ് ആയ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അത് നമുക്ക് ബേസ് വേണ്ട സ്ഥലത്ത് ബേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബേസ് കൂടുതൽ വേണമെന്നുള്ള രീതിയാണെങ്കിൽ അതിനകത്തും ആ ബേസ് പമ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ബേസ് ഹെവി ആയ ഹെഡ്ഫോൺ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഡിസ്റ്റോർഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വോളിയം വെക്കുവാണെങ്കിൽ തന്നെ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ്. പിന്നെ സൗണ്ട് ലീക്ക് ഉണ്ട്. അതായത് നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് ചെറുതായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ 70% മുകളിലൊക്കെ വോളിയം വെക്കുവാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ഇങ്ങനത്തെ ടൈപ്പ് ഹെഡ്ഫോൺസിന് വരുന്നൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തന്നെ ഇവർ H1 ചിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇവിടുത്തെ ഓഡിയോ ഔട്ട്പുട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഓഡിയോയ്ക്കകത്ത് പ്രശ്നമൊന്നും പറയാനില്ല. അപ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് വെച്ച് പറയുവാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റിയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഈ ഹെഡ്ഫോണിനകത്ത് ഇപ്പോഴായാൽ പോലും. പിന്നെ അവസാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്പിൾ പ്രൊഡക്ട്സുമായിട്ട് കണക്ട് ആവുന്ന രീതിയും വർക്ക് ആവുന്ന രീതിയാണ്. അതായത് നിങ്ങളിൽ ഒരുപാട് ആപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് കണക്ട് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്ട് ആയിക്കോളും. അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓൺ ദി ഇയർ ഹെഡ്ഫോൺ ഡിറ്റക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ കണക്ഷൻ അപ്പം തന്നെ വരുന്നുണ്ട്, ഊരുന്ന സമയത്ത് തന്നെ കണക്ഷൻ പോണുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡായിട്ട് വർക്ക് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ആൻഡ്രോയിഡ് ഫോണായിട്ട് നല്ലോണം തന്നെ വർക്ക് ആവും. പക്ഷേ നമുക്ക് ഈ ഫീച്ചർ എക്സ്പീരിയൻസ്, അതായത് ഇങ്ങനത്തെ ഒരു സീംലെസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഹെഡ്ഫോണിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകാം. അതിനകത്ത് ആദ്യം തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിംഗ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ബിൽഡ് ക്വാളിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിലും അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോണിനകത്ത് വെയിറ്റ് കൂടി പോകും. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 384 grams ആണ്. അപ്പോൾ നല്ല വെയിറ്റ് കൂടിയൊരു ഹെഡ്ഫോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് നല്ലോണം അറിയും. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതായത് എനിക്കൊരു 1 മണിക്കൂറിന് മുകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് അറിയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷ് സാധനം നമ്മുടെ തലയിൽ കൂടെ പോയിട്ട് ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുമെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഉപയോഗിക്കുവാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരുന്ന് ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ആ ഒരു കാര്യം അറിയത്തില്ല, അത് ഹെഡ്ഫോൺ ഉള്ളൊരു കാര്യം നമ്മൾ അറിയത്തില്ല. പക്ഷേ നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ വെയിറ്റ് അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈം റേഞ്ച് പറയുവാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പം ആ ഒരു കംഫർട്ടിൻ്റെ കാര്യം കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂറാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിറ്റിൻ്റെ കാര്യം, അതായത് ഈ വെയിറ്റ് കാരണം വരുന്ന ഒരു ഡിസ്കംഫർട്ടിൻ്റെ കാര്യമാണ് എനിക്ക് ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത പോരായ്മ എന്ന് പറയുന്നത് ഈ ഹെഡ്ഫോണിന് നമുക്ക് ഒരുപാട് കോമ്പാക്റ്റ് ആക്കി ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺ അല്ല. അത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാൽ പോലും ഈ ഹെഡ്ഫോൺ ഫോൾഡ് ആയൊന്നും വരത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതും ഈ ഹെഡ്ഫോൺ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേസ് ആപ്പിൽ തന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ മോശമായ ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് വെച്ചാണ് നമ്മളിതിനെ ലോ പവർ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. അതും ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ അടുത്ത പോരായ്മ പറയുവാണെങ്കിൽ ഈ ഒരു 2 കാര്യങ്ങളും പറയണം. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് എവിടെയും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വലിയൊരു കേസ് തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ ആപ്പിൾ തന്നേക്കുന്ന ഈ ഒരു മോശമായ ഒരു കേസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് ഈ ഒരു കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കേസിനകത്ത് ഈ ഹെഡ്ഫോൺ വെച്ചാൽ മാത്രമേ ഇതൊരു അൾട്രാ ലോ പവർ സ്റ്റേറ്റിലേക്ക് കയറൂ. അതായത് ഈ ഹെഡ്ഫോൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതായത് ഓഫ് ബട്ടണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓൺ ഓഫ് ബട്ടണൊന്നും ഇല്ല. അതൊരു സീംലെസ് എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തൊരു കാര്യമായിട്ട് പറയാൻ പറ്റും. അതായത് നമുക്ക് പെട്ടെന്ന് ഹെഡ്ഫോൺ എടുത്ത് വെക്കുന്നപ്പോൾ തന്നെ നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് കണക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതായത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അൾട്രാ ലോ പവർ സ്റ്റേറ്റിലേക്ക് കയറ്റണമെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ പൗച്ചിലേക്ക് തന്നെ വെക്കണം. അത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഹെഡ്ഫോൺ പൗച്ചിൽ തന്നെ വെക്കുമ്പോഴാണ് ഇത് ഓഫ് ആവുന്നൊരു സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി പൗച്ചൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇത്രയും വലിയ രീതിയിൽ ഇരിക്കുന്ന ഒരു ഹെഡ്ഫോൺ ആയതുകൊണ്ട് അതായത് നമുക്ക് ഇതിനെ എവിടെയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അടുത്ത പോരായ്മ എന്ന് പറയുന്നത്. അതായത് നമുക്കിത് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ ഇതിന് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല.
ഓഫ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു അൾട്രാ ലോ പവർ സ്റ്റേറ്റിലേക്ക് കയറ്റേണ്ട രീതി എന്ന് പറയുന്നത് ഈ ആപ്പിളിൻ്റെ ഈ ഒരു കേസ് ഉപയോഗിക്കണം എന്നുള്ള രീതി ആയതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ്ഫോണുള്ള വേറുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് സ്വെറ്റ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസോ റേറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റണ്ണിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാക്കിന് പോകുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു ഹെഡ്ഫോണാണ് എയർപോഡ്സ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വാക്കിങ്ങിനൊക്കെ പോയപ്പോഴോ അല്ലെങ്കിൽ റണ്ണിങ്ങിനൊക്കെ പോയപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഈ ഒരു ഹെഡ്ഫോണിന്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിനകത്ത് ആപ്പിൾ പറഞ്ഞേക്കുന്നത് നമുക്ക് 20 മണിക്കൂറത്തെ ലിസണിങ് എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എൻ്റെ ഉപയോഗത്തിനകത്ത് എനിക്ക് കിട്ടിയൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 15 മണിക്കൂർ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ലോ പവർ സ്റ്റേറ്റിൽ മാത്രമേ പോകൂ, അല്ലാതെ ഓഫ് ആവുന്ന രീതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ കേസ് വെക്കാൻ നേരത്ത് തന്നെ ഇതൊരു ലോ പവർ സ്റ്റേറ്റിൽ മാത്രമേ കയറൂ. അപ്പോൾ അതൊരു ബാറ്ററി സേവ് ചെയ്യുന്ന സ്റ്റേറ്റ് മാത്രമാണ്, അതായത് കംപ്ലീറ്റ്ലി ഓഫ് ആവുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂറത്തേക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേസിനകത്തിട്ട് വയ്ക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും എടുക്കുന്ന സമയത്താണ് ആ ലോ പവർ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഓണായി വരുന്നത്. പക്ഷേ അത്രയും നേരവും അതൊരു ലോ പവർ സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബാറ്ററി ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന ഒരു 20 hours ഒന്നും അല്ല, അതിന് വരെ ഒരു 15 മണിക്കൂറാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ബാക്കപ്പായിട്ട് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് കേബിളാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസ് എടുക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ USB-C വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ്ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ കേബിൾ കൊണ്ടു നടക്കേണ്ട രീതിയാണ്. അതും അവരുടെ എയർപോഡ്സ് Pro 2 എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് USB-C ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് അപ്ഡേഷൻ വരാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേക്കുന്നത്. അതും അടുത്ത അപ്ഡേഷനകത്ത് ചിലപ്പോൾ ഒരു USB-C ആക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു ജനറേഷനുള്ള പ്രോഡക്റ്റിനകത്ത് ലൈറ്റ്നിങ് കേബിളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാറ്ററി എന്ന് പറയുന്നത് ഒരു പോരായ്മയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹെഡ്ഫോൺ എനിക്ക് ഇത്ര നാൾ ഉപയോഗിച്ചതിന് ശേഷം പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഇതെന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ, അതായത് ഈ ഹെഡ്ഫോൺ എന്ന് വെച്ചാൽ നമുക്ക് വയർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ ലേറ്റൻസി കംപ്ലീറ്റ്ലി കട്ടാവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഹെഡ്ഫോൺ ഓഫ് ആണെങ്കിലും അതായത് ബാറ്ററി ഇല്ലെങ്കിലും നമുക്ക് വയർഡായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വയർഡായിട്ട് ഉപയോഗിക്കണമെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ കേബിൾ വാങ്ങിക്കണം. അപ്പോൾ അതിനും കുറച്ചുകൂടെ കാശ് കയ്യിൽ നിറങ്ങും. പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ്ഫോണിനകത്തുള്ള ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ Bluetooth 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ കണക്ഷനകത്തൊന്നും എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. അത് കണക്ഷൻ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അത്യാവശ്യം ദൂരം നമ്മൾ കണക്റ്റഡ് ഡിവൈസുമായിട്ട് മാറി എന്നാൽ പോലും കണക്ഷൻ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എയർപോഡ്സ് മാക്സിനെ പറ്റി ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതിന് ശേഷം, അതായത് ഏതാണ്ട് ഒരു 2 വർഷം ഉപയോഗിച്ചതിന് ശേഷം പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റും അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് ഓവർ ദി ഇയർ ഹെഡ്ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിങ് പ്രശ്നമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ പ്രൊഡക്ട്സ് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ആപ്പിളിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓവർ ദി ഇയർ ഹെഡ്ഫോൺ വേണമെന്നാണെങ്കിൽ ഈ എയർപോഡ്സ് മാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ വേർഷൻ എടുക്കാൻ ഞാൻ എന്തായാലും പറയത്തില്ല, അതിന് ഒരു സെക്കൻഡ് ജനറേഷൻ വേർഷൻ വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.